ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ട് എന്നാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ. നമുക്ക് ഒരുപാട് സാധനങ്ങളില്ലാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പി ആട്ടോ ഇത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും സിമ്പിളായിട്ട് റെസിപ്പിയും കൂടി കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായിക്കാൻ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ ഒന്നും മറക്കരുത്. നമുക്ക് വീഡിയോട്ട് പോകാം. അപ്പം നമുക്കിത് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് മൈദപ്പൊടി ആട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും ഞാനിപ്പം 1 ടേബിൾ സ്പൂൺ തന്നെയാട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു കളറിന് വേണ്ടി മാത്രമായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് മിക്സ് ആക്കി എടുക്കാൻ ആവശ്യത്തിനുള്ള പാലും കൂടി വെച്ചെടുക്കുക. ഒരു 1/4 കപ്പ് പാലും മതിയാവേ. അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഈ മൈദപ്പൊടിയൊക്കെ നന്നായിട്ട് കലക്കി തന്നെ എടുക്കണം കേട്ടോ. അതിൻ്റെ ആ ഒരു കട്ടയൊന്നുമില്ലാത്ത രീതിക്ക് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതും കൂടി നന്നായിട്ട് ഇതിലിട്ടിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പം നമ്മൾ ഈ മുട്ടയും കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ഏലക്കായ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു ഏലക്കായ ഒന്ന് പൊടിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ചൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഏലക്കായ ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പം മധുരമൊക്കെ നിങ്ങൾ ഇഷ്ടമനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പം 1 ടേബിൾ സ്പൂണിൽ മൈദ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത്ര മധുരം വേണമെന്നുണ്ടെങ്കിൽ 1/2 ടേബിൾ സ്പൂണോളം മതിയാവും കേട്ടോ. അപ്പോൾ നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്കിതാ ഒരു പാത്രം വെച്ചിട്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഗീ ഒന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നേന്ത്രപ്പഴം ഉണ്ടല്ലോ, അതൊന്ന് നീളത്തിൽ നമ്മൾ പഴമൊക്കെ വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്ന പോലെ ഇതുപോലൊന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നല്ല വലുപ്പത്തിൽ തന്നെ നമുക്ക് പഴം കട്ട് ചെയ്തെടുക്കാം. അല്ലാണ്ടെങ്കിൽ ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് അതിനൊന്ന് പകുതി ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഞാൻ ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഒരു സൈഡ് നന്നായിട്ടൊന്ന് കളർന്ന് മാറി വന്നതിന് ശേഷം നമുക്ക് അതിനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു സൈഡും കൂടി ഒന്ന് കളർ നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ പഴത്തിൻ്റെ ഈ ഒരു ഭാഗം നന്നായിട്ട് കളർ ഇതുപോലെ ഇങ്ങനെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കരിഞ്ഞു പോകേണ്ടിയില്ല, കളർ ഇതുപോലൊന്ന് മാറി വന്നാൽ മാത്രം മതി കേട്ടോ. ഇതുപോലൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയാൽ മാത്രം മതി, ഒരുപാട് അങ്ങ് കരിച്ചെടുക്കണ്ട കേട്ടോ. ഇനി ഈ ഒരു സൈഡും കൂടി ഒന്ന് കളർന്ന് മാറി വന്നതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. അപ്പോൾ പഴം നമ്മൾ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം തന്നെ എടുക്കുക കേട്ടോ. നല്ല പച്ചയായിട്ടുള്ള പഴം എടുക്കാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഇത് മൂർന്ന് പോവേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം, നമ്മളെ തൊലിയൊക്കെ കറുത്ത് പോയിട്ടുള്ള പഴം ഉണ്ടാവുമല്ലോ, അതാട്ടോ ഒന്നുകൂടി നല്ലത്. അങ്ങനെയുള്ള പഴമാകുമ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സൈഡും കൂടി നന്നായിട്ട് കളർ ഇതുപോലെ ഇങ്ങനെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് 1 ടീസ്പൂണോളം ഗീയും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ആക്കിച്ചിട്ട് നമ്മൾ മൈദയുടെ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ഈ ഒരു പാനിലേക്ക് 1 ടീസ്പൂണോളം ഗീയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ആക്കി വെച്ചിട്ടുള്ള ആ ഒരു മൈദയുടെ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് മൊത്തത്തിൽ അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് എല്ലാ ഭാഗത്തും സ്പൂൺ വെച്ചിട്ടൊന്ന് ആക്കി കൊടുക്കാം കേട്ടോ. ഒന്ന് പരത്തിയെടുത്താൽ മതി. എന്നിട്ട് അതിനുശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. ഒന്ന് ലോ ഫ്ലെയിമിൽ ഒരു 10-20 സെക്കൻഡ് ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കുക. നന്നായിട്ട് കുക്കാക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് കുക്കായി വന്ന സമയത്ത് നമുക്ക് തുറന്ന് നോക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പഴം കൂടി വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഒരു 10-20 സെക്കൻഡ് മാത്രം മതി കേട്ടോ. ഒരുപാട് സമയം വെച്ചിട്ട് നന്നായിട്ട് കുക്കാക്കിയിട്ട് എടുക്കേണ്ടിയില്ല. ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിത് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പഴം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ പഴമൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ളത് തേങ്ങ കേട്ടോ. ഒരു 1/4 കപ്പ് തേങ്ങ എടുക്കുക. നന്നായിട്ട് തേങ്ങ ഇട്ട് കൊടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് പഞ്ചസാരയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് മധുരമൊക്കെ ഇഷ്ടമാണെങ്കിൽ മാത്രം മതി. കുറച്ച് പഞ്ചസാരയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 10-20 സെക്കൻഡും കൂടി ഇതുപോലെ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് താഴത്തേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇതൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങയും പഞ്ചസാരയൊക്കെ ഇട്ടതിന് ശേഷം ഒരുപാട് അങ്ങ് കുക്ക് ചെയ്തിട്ടെടുക്കേണ്ട. ഒരു 10-20 സെക്കൻഡ് മാത്രം വെച്ച് കൊടുത്താൽ മതി കേട്ടോ ലോ ഫ്ലെയിമിൽ. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മളിത് താഴത്തേക്ക് വെച്ച് കൊടുത്തിട്ട് റോൾ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ ആ ഒരു തേങ്ങയുടെ പാലൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ കട്ട് ചെയ്തിട്ട് നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം.
അപ്പോൾ രാവിലെയൊക്കെ നമുക്ക് പെട്ടെന്ന് ചായയുടെ കൂടെ കഴിക്കാനും പെട്ടെന്ന് ഗസ്റ്റൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന നല്ല സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തൊക്കെ തരുന്നുണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക്